വനിതാ പ്രീമിയർ ലീഗിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഓൾറൗണ്ട് പ്രകടനം നടത്തിയ എലിസ് പെറിയാണ് കളിയിലെ താരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ മത്സരങ്ങൾ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സ്റ്റോപ്പ് ക്ലോക്ക് നടപ്പാക്കാനൊരുങ്ങി ICC. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും നിഖിൽ കുമാർ ചേരുന്നു. നിഖിൽ, വിശദാംശങ്ങൾ. കായിക രംഗത്തെ വാർത്തയിലേക്ക് വന്നാൽ പ്രധാനം വുമൺസ് പ്രീമിയർ ലീഗ്, വനിതാ പ്രീമിയർ ലീഗിൻ്റെ വാർത്തകൾ തന്നെയാണ്. വനിതാ പ്രീമിയർ ലീഗിൽ കരുത്തരായ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ഏറ്റവും പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത 2 മത്സരങ്ങൾ മാത്രം ജയിച്ച ബംഗളൂരു ഈ സീസണിൽ ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബംഗളൂരു നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുത് തന്നെയാണ്. കാരണം കരുത്തരായ മുംബൈയെയാണ് അവർ ഈ തറ പറ്റിച്ചിരിക്കുന്നത് പ്ലേ ഓഫിൽ. മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മത്സരത്തിൽ അവസാന പന്ത് വരെ നീണ്ടുനിന്ന മത്സരത്തിൽ ശ്രദ്ധേയമായത് പ്രകടനങ്ങൾ കാഴ്ചവെച്ചത് ബാറ്റിലും ബോളിലും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച എലിസ് പെരിയാണ്. ബാറ്റിങ്ങിൽ ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റുകൾ തുടർച്ചയായി മത്സരത്തെ തുടക്കത്തിൽ തന്നെ 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് പ്രതിരോധത്തിലേക്ക് പോയ ബംഗളൂരുവിനെ ഒരു മികച്ച പ്രകടനത്തിലൂടെ 60 റൺസിനും മുകളിൽ റൺസ് കാഴ്ചവെച്ച് സ്കോർ ചെയ്ത മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചു കൊണ്ടുവന്നത് എലിസ് പെരിയുടെ ഒരു പ്രകടനം തന്നെയാണ്. ബൗളിങ്ങിലും എലിസ് പെരി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അതോടുകൂടി കളിയിലെ താരമായി എലിസ് പെരി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം മലയാളി താരമായ ആശാ ശോഭനയുടെ പ്രകടനമാണ്. അവസാന ഓവർ എറിഞ്ഞത് ആശാ ശോഭനയാണ്. 12 റൺസാണ് അവസാന ഓവറിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി വന്നത്. ആ ഓവറിൽ വെറും 6 റൺസ് മാത്രമാണ് ആശാ ശോഭന വിട്ടുകൊടുത്തത്. അങ്ങനെ ആശാ ശോഭനയുടെ പ്രകടനവും RCBയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായകമായി. ഞായറാഴ്ചയാണ് നാളെ നടക്കുന്ന ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസാണ്, അതായത് പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനക്കാരായി ഡയറക്റ്റ് ഫൈനലിലേക്ക് പ്രവേശിച്ച ഡൽഹി ക്യാപിറ്റൽസാണ് RCBയുടെ എതിരാളികൾ. എന്തായാലും മികച്ചൊരു പ്രകടനം തന്നെ ക്രിക്കറ്റ് ആരാധകരൊക്കെ കാത്തിരിക്കുകയാണ് നാളത്തെ ആ ഒരു ഫൈനലിൽ. അതാണ് വനിതാ പ്രീമിയർ ലീഗിൻ്റെ വാർത്തയിലേക്ക് വന്നാൽ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ കാര്യമാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടറിൻ്റെ ആ ഒരു ലൈനപ്പ് ആയിട്ടുണ്ട്. 4 മത്സരങ്ങളുടെ ആ ഒരു ലൈനപ്പ് ക്വാർട്ടർ മത്സരങ്ങളുടെ ആയിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയകരമായ മത്സരം റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ സിറ്റിയും തമ്മിലുള്ള ആ ഒരു മത്സരം തന്നെയാണ്. ഏപ്രിൽ 10-ാം തീയതിയാണ് ആദ്യ പാദ മത്സരം നടക്കുക. ആഴ്സണൽ ബയേൺ മ്യൂണിക്കിനെയും PSG ബാഴ്സലോണയും അതോടൊപ്പം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് ഡോട്ട്മുണ്ടിനെയും ഒരു ക്വാർട്ടറിൽ നേരിടും. ആദ്യ പാദം നടക്കുന്നത് ഏപ്രിൽ 10-ാം തീയതിയാണ്. 2-ാം പാദം മത്സരങ്ങൾ നടക്കുന്നത് ഏപ്രിൽ 18-ാം തീയതിയാണ്. അതാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ വാർത്തകളായിട്ട് നൽകാനുള്ളത്. ഇതോടൊപ്പം കായിക രംഗത്ത് നിന്ന് വരുന്ന മറ്റൊരു പ്രധാന വാർത്ത ICC നടപ്പാക്കിയ പുതിയൊരു പരിഷ്കാരമാണ്. സ്റ്റോപ്പ് ക്ലോക്ക് സംവിധാനം ICC നടപ്പാക്കിയിട്ടുണ്ട്. വരാനിരിക്കുന്ന T20 ലോകകപ്പ് മുതൽ ICC ആ ഒരു സംവിധാനം നടപ്പിലാക്കും, പ്രാബല്യത്തിൽ വരും എന്ന് ICC അറിയിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ ഓവറിനിടയിലും ഒരു 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് സമയം ഓരോ ഓവറിനിടയിലും നൽകുക എന്നുള്ളതാണ് സ്റ്റോപ്പ് ക്ലോക്ക് സംവിധാനം. ആ ഒരു മിനിറ്റിനുള്ളിൽ അടുത്ത ഓവർ എറിഞ്ഞിരിക്കണം എന്ന നിർബന്ധമാണ്. 2 വട്ടം വാണിംഗ് നൽകും. വാണിംഗ് നൽകിയതിന് ശേഷം പിന്നെയും അതിൽ തുടർന്നാൽ പെനാൽറ്റിയായി 5 റൺസ് എതിർ ടീമിന് ലഭിക്കുന്ന ഒരു സംവിധാനമാണ് സ്റ്റോപ്പ് ക്ലോക്ക്. ആ സ്റ്റോപ്പ് ക്ലോക്ക് നടപ്പാക്കാൻ എന്തായാലും ICC തീരുമാനിച്ചിട്ടുണ്ട്. ഇതാണ് എന്തായാലും കായിക രംഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ.